ഹലോ ഗായ്സ്, ഇന്നും നമുക്ക് ചെറിയൊരു സ്പെഷ്യൽ കേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് വന്നിട്ട് ഒരു ഡോക്ടറേറ്റ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കസിൻ തന്നെയാണ് അവർ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം ചെറിയ ഫംഗ്ഷൻ വീട്ടിൽ ഓൾറെഡി ഉണ്ട്, മാരേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ കട്ട് ചെയ്യാന്നുള്ളതിലായിരുന്നു ആൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എല്ലാ പ്രാവശ്യവും ഈ കേക്കും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചോക്ലേറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്. ഈ റൗണ്ട് കേക്കൊക്കെ ഹാർട്ട് ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളത് കുറേ നമ്മൾ വീഡിയോസ് കാണലുണ്ട്. പക്ഷേ ഹാർട്ട് ഷേപ്പിലുള്ള ഓർഡേഴ്സ് വരാറില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഓർഡർ വന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, എന്തിനായിരുന്നു ഞാൻ ആ ഹാർട്ട് ഷേപ്പിലുള്ള ട്രേ ഒക്കെ വാങ്ങി വെറുതെ കാശ് കളഞ്ഞത്. ഇത് ഭയങ്കര സിമ്പിളാന്നേ, പെട്ടെന്ന് കാര്യം കഴിയും. ഹാർട്ട് ഷേപ്പാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് ട്രേ യൂസ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലപോലെ എനിക്ക് ഇങ്ങനെ ആണ് കേട്ടോ സെറ്റായി കിട്ടാറ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പാത പിന്തുടരാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങനെയാണ് സെറ്റാക്കി എടുത്തത് കേട്ടോ. അപ്പം യൂട്യൂബിലൊക്കെ ഉണ്ട്, അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സംഭവം എല്ലാം സെറ്റാക്കി എങ്ങനെയാണെന്നുള്ളത് എല്ലാം ഷേപ്പാക്കി നല്ല നല്ല ഷേപ്പിൽ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാം ക്രം കോട്ടൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫൈനൽ കോട്ടിലേക്ക് സെറ്റാക്കി വെക്കേണ്ടതുണ്ട്. ദെൻ അതിൻ്റെ പണിയും ഏകദേശം സെറ്റാക്കി എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റിൽ തന്നെ ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ സ്റ്റോറി ആയിട്ട് വരാം. ഈ ഒരു കേക്ക് 1/2 kg നമ്മൾ ടോളാക്കി ചെയ്തതായിരുന്നു കേട്ടോ. കസ്റ്റമൈസ്ഡ് ആണ്. അവരൊരു പിങ്ക് ഷെയ്ഡായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. മാക്സിമം നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഹലോ 18 എന്നായിരുന്നു എഴുതാനുണ്ടായിരുന്നത്, അതും റൈറ്റ് ചെയ്ത് കൊടുത്തു. ഇത് നമ്മളൊരു വിൻറ്റേജിൻ്റെ ഒരു മിനി വേർഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ടൈപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീമും കാര്യങ്ങളൊക്കെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ക്രീമിൻ്റെ ഒരു കളികളാണ്. അങ്ങനെ നമ്മൾ ക്രീമൊക്കെ വെച്ച് ബോർഡറൊക്കെ വരച്ചു. ദെൻ ആ ഒരു ഹൈറ്റിലുള്ളൊരു ഡിസൈനും കൊടുത്തു. പിന്നെയാണ് നമ്മളുടെ മെയിൻ താരം വരുന്നത്, റിബൺ. ഇതൊരു റിബൺ വിൻറ്റേജ് എന്ന് പറയുമ്പോൾ റിബൺ മസ്റ്റാണല്ലോ. അങ്ങനെ നമ്മളെ ഒരു റിബണ് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 1 by 1 ആയിട്ട് ആ ഒരു പാർട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കേക്കിൻ്റെത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഈ കേക്ക് വരുന്നത് 1/2 kg, ഫ്ലേവർ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്, ടോളാക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം അത് സെറ്റാക്കി വെച്ചു. ദെൻ നമുക്കൊരു 50 ചോക്ലേറ്റ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പണി ഏകദേശം സെറ്റാക്കി നമ്മളത് പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഒന്നാമത് ഫോട്ടോസൊന്നും എടുക്കാൻ നമുക്ക് ലൈറ്റനിങ് സീനായിരുന്നു. ഒന്നാമത് മോർണിംഗ് നേരത്തെ കൊണ്ടുപോകേണ്ട ഒരു ഓർഡറായിരുന്നു കേട്ടോ. അത് ഒരു 6 o'clock 7 o'clock ആ ഒരു ടൈമിലായിരുന്നു അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ രാവിലെയൊക്കെ എണീറ്റ് എന്തായാലും ലൈറ്റും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ നിന്ന് തന്നെ എല്ലാ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ ബോക്സ് ചെയ്ത് അവിടെ വെച്ചു. പിന്നെയുള്ള നമ്മൾ ഹാർട്ട് കേക്ക് നമ്മൾ ഇനി റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ ഫ്ലേവർ വരുന്നത്, പറയാൻ വിട്ടു. 1 kg ആയിരുന്നു റെഡ് വെൽവെറ്റ് ഹാർട്ട് ഷേപ്പിലുള്ള. അപ്പോൾ റെഡ് വെൽവെറ്റ് ആകുമ്പം എന്തായാലും ഈ ഒരു ഡിസൈൻ ആയിരിക്കുമല്ലോ. അപ്പം ആളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ കേക്കാണ്, അപ്പോൾ ഇതന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളുടെ റെഗുലർ കസ്റ്റമറാണ്. അങ്ങനെ നമ്മൾ ആ ഒരു റെഡ് വെൽവെറ്റിൻ്റെ പൗഡർ എല്ലായിടത്തും സെറ്റാക്കി എടുത്തു. ദെൻ റൈറ്റിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ ഫോണ്ടൻറ്റിൽ, അതൊരു അൺഷേപ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെങ്ങനെയൊക്കെയായി. അങ്ങനെ നമ്മൾ അങ്ങനെ സെറ്റാക്കി എടുത്തു. പിന്നെ കുറച്ച് ഫോണ്ടൻറ്റിലാണ് കേട്ടോ റൈറ്റ് ചെയ്തത്. പിന്നെ കുറച്ച് ഫോണ്ടൻറ്റിൽ കുറച്ച് കുട്ടി കുട്ടി ഹാർട്ട്സും കൂടെ വെച്ച് അതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കി എടുത്തു. ആ വൈറ്റ് ഹാർട്ട്സും കൂടെ വന്നപ്പം എന്താല്ലേ കേക്കിൻ്റെ മുഞ്ചൊന്ന് ചെറുതായിട്ടൊന്ന് കൂടിയോന്നൊരു ഡൗട്ട്. അപ്പോൾ വായോ, ഇനി നമുക്ക് നെക്സ്റ്റ് ചെറിയ ഒരു ഡോക്ടറേറ്റ്, ചെറുതല്ല ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ആ ഒരു ഡെക്കറേഷനിലേക്ക് നമുക്ക് കടക്കാം. ഇത് നമ്മളുടെ കാലടിയിലുള്ള ഒരു സംസ്കൃതം യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ശ്രീ ശങ്കരാചാര്യ, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ ഡോക്ടറേറ്റ് കിട്ടിയ ചേച്ചിക്ക് അപ്പോൾ ചെറിയൊരു പാർട്ടി പോലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാനാണ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അപ്പോൾ അവർ തന്നെയായിരുന്നു റെഫറൻസും കാര്യങ്ങളും സെറ്റാക്കി തന്നത്. അപ്പോൾ അതിലുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പിക്കിൽ ചെറിയൊരു റിബണ് പോലെ താഴെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് കുട്ടി കുട്ടി സ്റ്റാർസ്, പിന്നെ നമ്മളുടെ ഒരു കോൺവൊക്കേഷൻ്റെ ഒരു ക്യാപ്പ്, പിന്നെ ഒരു പേപ്പർ റോളിന് എന്താ പറയുക എനിക്ക് വലിയ ഐഡിയ ഇല്ല. അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ ഫോണ്ടന്റിലാണ് കേട്ടോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് രണ്ടും വെച്ചു. ഈ ക്യാപ്പ് നല്ലപോലെ നിൽക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ടൂത്ത് പിക്കല്ല, ബാംബൂ സ്റ്റിക്ക് കുറച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ അതും കൂടി ആഡ് ചെയ്തു. പിന്നെ അതിൻ്റെ ഒരു ഡെക്കറേഷൻ പോലുള്ളൊരു സാധനം തൂങ്ങി കിടക്കുന്നുണ്ടല്ലേ, അതും കൂടെ വെച്ചു. ദെൻ ഒരു ക്യാപ്ഷൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ വെച്ചു. ദെൻ കുട്ടി കുട്ടി സ്റ്റാർ ആ ഒരു കളറിൽ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു കൺഗ്രാജുലേഷൻ കേക്ക്. അങ്ങനെ അത് സെറ്റാക്കി വെച്ചു. ഈ ഒരു കേക്കും അവിടേക്കുള്ളതായിരുന്നു, ഗ്രൂം ടു ബി. അവിടെ അവരുടെ അനിയൻ്റെ മാരേജ് ഫങ്ഷനും നടക്കുന്നുണ്ടായിരുന്നു. ദെൻ അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് പറഞ്ഞത്. ഇതും നമ്മൾ വൈറ്റ് ഫോറസ്റ്റിലാണ്, 1 kg ആണ്, ടോളാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഗോൾഡൻ ബ്ലാക്ക് ആയിട്ടാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു വൈറ്റിൽ നമ്മൾ ഈ ഒരു ഗ്രൂം ടു ബിയുടെ ടോപ്പറും കൂടെ വെച്ച് ഒരു പ്രിൻറ്റും കൂടെ വെച്ച് സെറ്റാക്കിയെടുത്തു. പിന്നെ കുറച്ച് ബീഡ്സ്, ഷുഗർ ബോൾസും കൂടെ വെച്ച് ആ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇതൊക്കെയായിരുന്നു. ഒരു കേക്ക് ഡെലിവറി ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം പിക്കപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു കേക്ക്, ഇത് ഡെലിവറി വരുന്നത് വട്ടോളിക്കാണ് കേട്ടോ. ഈ ഒരു കസ്റ്റമർ നമ്മളുടെ ഫസ്റ്റ് കസ്റ്റമറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡെലിവറി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങളെ ടേണാണ്. കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടായാലും പോസിറ്റീവ് ഉണ്ടായാലും നിങ്ങൾക്ക് ലൈക്കായിട്ടുള്ള ഏത് വർക്കാണെന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.